വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ പ്രവേശന കവാടം വിജാഗിരിയുടെ കരച്ചിലിനൊപ്പം മലർക്കെ തുറന്നു. നന്ദൻ 7 വർഷങ്ങൾക്ക് ശേഷം കൂറ്റൻ മതിൽക്കെട്ടിന് പുറത്തെ സൂര്യകിരണങ്ങളെ ഏറ്റുവാങ്ങി. നന്ദൻ പരിഭ്രാന്തി നിറഞ്ഞ മനസ്സുമായി ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു. ശൗരം! കാതുകളിലേക്ക് ഒഴുകിയെത്തിയ ശബ്ദത്തിൽ അയാളുടെ ഉടൽ വിറകുണ്ട്. വഴിയോര കാഴ്ചകളെ പിന്നിലാക്കി പായുന്ന ബസ്സിൽ നന്ദൻ ഒരു ശില പോലെ ഇരുന്നു. എങ്ങോട്ടാണ് ഈ യാത്ര? ആരാണ് തന്നെ ശിവപുരത്ത് കാത്തിരിക്കുന്നത്? കർമ്മബന്ധങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചതല്ലേ? ഇല്ല, ഒരാളുണ്ടാവും. ഇടിമിന്നലും പേമാരിയും വന്നപ്പോൾ മാറോട് ചേർത്തണച്ച് പോലീസുകാർ കയ്യാമ വെച്ച് കൊണ്ടുപോയപ്പോൾ നെഞ്ചത്തടിച്ച് ആർത്തലച്ചു കരഞ്ഞ തൻ്റെ ജന്മസുഹൃതം അമ്മ. സ്നേഹിച്ചിരുന്നോ താൻ? മനസ്സിലാക്കിയിരുന്നോ? ഇല്ല, എന്തിനെന്ന് ഇപ്പോഴും അറിയാത്ത വിദ്വേഷത്തിൻ്റെ പുകച്ചിരുള്ളിലായിരുന്നു അമ്മ. ഇതൊരു പുനർജന്മമാണെങ്കിൽ സ്നേഹിച്ചു തുടങ്ങണം തൻ്റെ അമ്മയെ. ബസ് വേഗത കുറച്ച് റോഡിന്റെ ഓരത്ത് നിർത്തി. നന്ദൻ ചാനകത്തിലൂടെ നോക്കി. ഏതോ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷയാത്ര കടന്നു പോകുന്നു. തിടമ്പേറ്റിയ കൊമ്പന്റെ മുമ്പിലായി തായമ്പകയുടെ മേളപ്പെരിക്കും. നന്ദന്റെ കൈവിരലുകൾ അറിയാതെ താളം പിടിച്ചു. ഉത്സവത്തിന്റെ നാളുകളാണ്. ശരവേഗത്തിൽ വീഴുന്ന ചെണ്ടക്കൂരുകളിലേക്ക് അയാൾ മിഴികൾ നട്ടു. ഓർമ്മകൾ നന്ദനെ വലയം ചെയ്തു. കീഴേർക്കാവ് ക്ഷേത്രനടയിൽ പഞ്ചാരി മേളം, ഭഗവാന് നിവേദ്യമെന്ന പോലെ അർപ്പിക്കുന്ന ശങ്കരമാരാരും സംഘവും കൊട്ടിക്കയറുന്ന മേളത്തിന്റെ മുൻനിരയിൽ തായ്മകയിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന കൈവേഗതയിൽ നന്ദൻ പഞ്ചാരി മേളത്തിന്റെ ആരോഹണാവരോഹണത്തിൽ ഒരേ സമയം കൊട്ടി അവസാനിപ്പിക്കുന്നു. കാണികളുടെ ഹർഷാരവം. ശങ്കരമാരാരെ, ഇത്തവണയും അതിഗംഭീരം. ഇയാള് നിങ്ങളുടെ ഭാഗ്യ. നന്ദനെ ചൂണ്ടിക്കാട്ടി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. അതേ പണിക്കരേട്ടാ, നന്ദൻ ഞങ്ങളുടെ ഭാഗ്യം മാത്രമല്ല, അഭിമാനം കൂടിയാ. നന്ദനെ തോളിൽ തട്ടി ശങ്കരമാരാർ തുടർന്നു. പക്ഷേ മേലത്തൂർ പൂരത്തിന് ഇവനെ കിട്ടിയില്ലല്ലോ എന്ന സങ്കടമായിപ്പോൾ ഉള്ളത്. അവന്റെ കല്യാണാണെന്ന്. നന്ദന മുഖത്ത് പുഞ്ചിരി വിടന്നു. ശങ്കരമാമ, മേളം തുടങ്ങുന്ന ശീവേലിക്ക് ശേഷമല്ലേ? ഞാനങ്ങ് എത്തിക്കോളാം. നന്ദന്റെ മറുപടി കേട്ട ശങ്കരമാരാർ പൊട്ടിച്ചിരിച്ചു. നന്ദ, അന്ന് നിന്റെ മേളം ദേവന്റെ മുമ്പിലല്ല വേണ്ടത്, ദേവിയുടെ മുമ്പിലാ. തന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയുടെ പേരാണ് ദേവി. നന്ദന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു. കണ്ണാടിപ്പുഴയുടെ വിരിമാറിലൂടെ നന്ദനെയും കൂട്ടരെയും വഹിച്ചുകൊണ്ട് കടത്തുതോണി ശിവപുരം കടവിലേക്ക് അടുത്തു. കരയിലേക്ക് ഇറങ്ങിയ നന്ദന്റെ മുമ്പിലേക്ക് ശ്രീമംഗലം കോവിലത്തെ സൂര്യനാരായണൻ മാർഗതടസ്സം സൃഷ്ടിച്ച് നിന്നു. നന്ദ, വിവാഹാണല്ലേ? ദേവേന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. സൂര്യനാരായണൻ നിറച്ചിരിയോടെ പറഞ്ഞു. അതേ മാഷെ, ക്ഷണിക്കാനായിട്ട് ഞാൻ കോവിലത്തേക്ക് വരുന്നുണ്ട്. നന്ദന്റെ മറുപടി പൂർത്തിയാകുന്നതിന് മുമ്പ് സൂര്യനാരായണൻ തുടർന്നു. വേണ്ടടോ, കോവിലത്ത് താൻ വരുമ്പോൾ ഞാനവിടെ കാണുന്നില്ല. പിന്നെ അമ്മ അറിയാലോ എനിക്ക്. ചിത്തഭ്രമം ബാധിച്ച അമ്മയെക്കുറിച്ചാണ് സൂര്യനാരായണൻ സൂചിപ്പിച്ചതെന്ന് നന്ദന് മനസ്സിലായി. ഞാൻ വിവാഹത്തിനെത്തും. നന്ദന്റെ തോൾ തട്ടി പറഞ്ഞ് കടത്തോണിയിലേക്ക് കയറി. കുറച്ചു സമയം നന്ദൻ സൂര്യനാരായണനെ നോക്കി നിശബ്ദം നിന്നു. എന്താ നന്ദ ഇത്ര ആലോചന? ശങ്കരമാരാരുടെ ശബ്ദം അയാളുടെ മിഴികളെ പിന്തിരിപ്പിച്ചു. അല്ല ശങ്കരമാമ, അടുത്ത ജന്മങ്ങളിൽ സൂര്യമാഷിനെ പോലെ ജനിക്കണം. നാടിനും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ, കവി, അധ്യാപകൻ, സുഹൃതം ചെയ്യണം. നന്ദൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ച കിടപ്രയിൽ ആലോചനയോടെ നന്ദൻ. അമ്മയുടെ നിർബന്ധ ഇഷ്ടവുമായിരുന്നു ദേവിയുമായിട്ടുള്ള ഈ വിവാഹം. അമ്മയുടെ ഒരു ഇഷ്ടത്തിനും താൻ എതിരുന്നിട്ടില്ല ഇതുവരെ. 5-ാം വയസ്സിൽ അച്ഛനെ ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ അമ്മയായിരുന്നു തനിക്കെല്ലാം. തനിക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിച്ച്. നന്ദന്റെ ചിന്തക്ക് ഭംഗം വരുത്തിക്കൊണ്ട് കിടപ്പറയുടെ വാതിൽ തുറന്ന് പാൽ ഗ്ലാസുമായി ദേവി കടന്നു വന്നു. നന്ദൻ കിടപ്പറയുടെ വാതിൽ മെല്ലെ അടച്ചു. ദേവിയുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തി. അവളുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് വിറകൊണ്ട് താഴേക്ക് പതിച്ചു. മിഴികൾ നിറഞ്ഞൊഴുകി. നന്ദൻ അവളുടെ ഇരുചുമലിലും കരമമർത്തി. ദേവി പെട്ടെന്ന് അയാളുടെ കൈകൾ തട്ടിമാറ്റി. തൊടരുതെന്റെ ശരീരത്തെ. അവളുടെ കണ്ണുകളിലെ ഭാവം അയാളെ ഭയപ്പെടുത്തി. ദേവി, എന്താ ഇത്? ദയനീയമായിരുന്നു നന്ദന സ്വരം. കഴിയില്ല എനിക്ക് നിങ്ങളെ ചതിക്കാൻ. കൈകൾ കൂപ്പിയുന്ന ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദന്റെ കാൽ ചുവട്ടിലേക്ക് വീണു. അഗ്നിയിൽ ചവിട്ടിയതുപോലെ നന്ദനും. അയാൾ കിടപ്പറവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പൂമുഖത്തിരുന്ന അമ്മയെന്ന് നോക്കി മേലത്തൂർ ക്ഷേത്രം ലക്ഷ്യമാക്കി പാഞ്ഞു. പഞ്ചവാദ്യത്തിന്റെ ആരോഹണത്തിൽ ഉന്മാദം ബാധിച്ചവനെ പോലെ നന്ദൻ താണ്ഡവമാടി. ഒടുവിൽ കൊട്ടിയിറക്കം കഴിഞ്ഞും നന്ദന്റെ കൈകൾ തായമ്പകത്തിന് മേൽ പ്രഹരം നടത്തുന്നത് കണ്ട് ശങ്കരമാരാർ നന്ദന്റെ കൈകളിൽ പിടുത്തമിട്ടു. മുഖമുയർത്തിയ നന്ദന്റെ മിഴികൾ കണ്ണാടിപ്പുഴ പോലെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ 3-ാം നാൾ ലഹരിയിൽ മുങ്ങി കോലായിൽ കിടന്ന് നന്ദൻ ഉണർത്തിയത് അമ്മയുടെ അലറി കരച്ചിലായിരുന്നു. ദേവിയുടെ ശരീരം കിണറിനുള്ളിൽ കമിഴ്ന്നു പൊങ്ങി. തറവാട്ടിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ ഭ്രമനം ബാധിച്ച മനസ്സുമായി നന്ദൻ. അയാൾ വെളിച്ചത്തെ ഭയന്നു. ഇരുട്ടിനെ ഇഷ്ടപ്പെട്ട നാളുകൾ. ദേവിയുടെ മരണശേഷം നന്ദൻ അമ്മയോട് സംസാരിച്ചിട്ടില്ല.
ഇരുട്ടുമുറിക്കുള്ളിൽ നിന്നും അയാൾ പലപ്പോഴും ദേവിയുടെ പൊട്ടിക്കരസിൽ കേട്ട് മുറിവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഓടി. ശിവപുരത്തുകാർ ഒന്നടങ്കം പറഞ്ഞു തുടങ്ങി. നന്ദന് ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നു. സൂര്യനാരായണന്റെ പതിവ് സന്ദർശനം നന്ദനിൽ മാറ്റങ്ങൾ വരുത്തി. അയാൾ പതുക്കെ വെളിച്ചത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇടവഴികളിലൂടെയും ശിവപുരം കാവിലൂടെയും അയാൾ സഞ്ചരിച്ചു. കണ്ണാടിപ്പുഴയിലെ മുങ്ങിക്കുളിയിൽ പുഴയുടെ ഓളങ്ങൾക്കൊപ്പം ഒരു നാട്ടുവാർത്തയും അയാളുടെ കാതുകളിലെത്തി. ദേവിയെ നന്ദൻ കൊന്നതാണത്രേ. ഹൃദയമിടിപ്പിന്റെ തായ്മ്പക നിലച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച നിമിഷം നന്ദൻ വീണ്ടും ലഹരിയിൽ മുങ്ങിത്താഴ്ന്നു. ശിവപുരം കാവിലെ അരയാൽ ചുവട്ടിൽ അർദ്ധബോധത്തിൽ മങ്ങിയ നന്ദനെ തൊട്ടുണർത്തിയത് കുപ്പിവണയിട്ട കൈകളായിരുന്നു. ഇളമംഗലം തറവാട്ടിലെ ഹേമ. നന്ദൻ ആ നക്ഷത്ര കണ്ണുകളിലേക്ക് നോക്കി. ദേവിയുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ അയാൾക്ക് മുന്നിൽ തെളിഞ്ഞു. വയസ്സറിയിച്ച കാലം മുതൽ അവൾക്ക് നന്ദനോടുള്ള പ്രണയവും ആരാധനയും തായ്മകത്തിന്റെ താളത്തിൽ ഹേമ നന്ദനോട് പറഞ്ഞു. ഭ്രമരം ബാധിച്ച നന്ദന്റെ മനസ്സിനുള്ളിൽ ഹേമമെല്ലെ കാർത്തിക ദീപം തെളിയിക്കുകയായിരുന്നു. സ്നേഹം അവകാശമല്ല, പുണ്യമാണെന്ന് ഹേമയിലൂടെ നന്ദൻ തിരിച്ചറിഞ്ഞ നാളുകൾ. നഷ്ടപ്പെട്ടു പോയ ജീവിതവും സ്നേഹവും ഹേമ നന്ദന് നൽകി. ഹേമയോടുള്ള പ്രണയം നന്ദന് ഭ്രാന്തായി മാറി. നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം അയാളിൽ സ്വാർത്ഥത നിറച്ചു. ഇത് പലപ്പോഴും ഹേമയിൽ അസ്വസ്ഥതയുണ്ടാക്കി. ശിവപുരം ഇന്ന് ഭയാനകമായ ആശങ്കയിലാണ്. 1 മാസത്തിനുള്ളിൽ 3 ദുർമരണങ്ങൾ. 18-ന് 20-നിടയിലുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാവിലെ പേരാലിൻ ചുവട്ടിൽ മനസ്സിനുള്ളിൽ കാർമേഘം കൊണ്ടു. നന്ദൻ ഹേമയെ കണ്ടിട്ട് 2 ദിവസമായി. തന്റെ സ്നേഹം ഒരു ഭാരമായി ഹേമക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ ഇനിയും ഒരു ദുരന്തം ഏറ്റുവാങ്ങാൻ ശേഷിയില്ല ഈ ജന്മത്തിന്. കാവിലിരുട്ട് കരിമ്പടം പുതച്ചു. കാവിനുള്ളിൽ നിന്നൊരു വിതുമ്പിക്കരച്ചിൽ കേട്ട് നന്ദൻ മെല്ലെ കാവിനുള്ളിലേക്ക് നടന്നു. അയാൾക്ക് നേരെ കിതപ്പോടെ ഓടിയെത്തിയ അവളെ കണ്ട് നന്ദനൊരു ശില പോലെ നിന്നു. പാറി പറന്ന് കിടക്കുന്ന മുടിയിഴകൾ, നെറ്റിയിലെ സിന്ദൂര പൊട്ട് പടർന്ന് മിഴികളിലെ കരിമഷി മിഴിനീരിനാൽ പടർന്നിരിക്കുന്നു. മായ, ശങ്കരമാമയുടെ മകൾ. നന്ദന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു. അടുത്ത കാഴ്ച നന്ദന്റെ തലച്ചോറിനുള്ളിൽ വിസ്ഫോടനം നടത്തി. ഇയാൾ ഈശ്വര, തന്റെ കണ്ണുകൾ തന്നെ വഞ്ചിക്കുകയാണോ? അതോ താൻ സ്വപ്നം കാണുകയാണോ? അയാൾ നന്ദന് ചുണ്ടിൽ ഒളിപ്പിച്ചൊരു പുഞ്ചിരി നൽകി പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം നിശ്ചലനായ നന്ദൻ അയാൾക്ക് നേരെ പാഞ്ഞു. നിന്നെ വിടില്ല ഞാൻ. ഈ ശിവപുരത്തുകാരൻ നിന്നെ പിച്ച് ചീന്തും. നന്ദന്റെ ആത്മരോഷം വാക്കുകളാൽ പുറത്തേക്ക് ഒഴുകി. കാവിന്റെ നിശബ്ദതയിൽ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നിനക്ക് ചിത്രഭ്രമമാ. ലഹരിയിൽ മുങ്ങിക്കുളിക്കുന്ന നിന്റെ വാക്കുകൾക്ക് ആര് ചെവി തരാൻ? കാവിലെ നിശബ്ദതയിൽ ആ വാക്കുകൾ പ്രതിധ്വനിച്ചു. നന്ദന്റെ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നെരിപ്പോട് ആളിക്കത്തുന്ന കാഴ്ചയ്ക്ക് നന്ദന്റെ മിഴികൾ സാക്ഷ്യം വഹിച്ചു. കാവിന്റെ ഇടവഴിയിൽ ഹേമയും അയാളും തമ്മിൽ സംസാരിക്കുന്ന കാഴ്ച. നന്ദന്റെ ഹൃദയത്തിൽ ഇലത്താളം മുഴങ്ങി. നന്ദന് ചെറുമന്ദഹാസം നൽകി അയാൾ നടന്ന് നീങ്ങി. ഹേമ, അയാള് വേണ്ട ഹേമ, അയാളായിട്ടൊരു ബന്ധം, അയാൾ ശരിയല്ല. നന്ദനൊരു ഭ്രാന്തനെ പോലെ പുലമ്പി. നന്ദിട്ട് എനിക്ക് അയാളെ വർഷങ്ങളായിട്ട് അറിയാം. ഇന്നുവരെ മോശമായുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. ഒന്ന് നോക്കുകൂടി ചെയ്തിട്ടില്ല നന്ദേട്ട. നന്ദേട്ടനെ സ്നേഹിച്ചെന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നന്ദേട്ടൻ സ്നേഹം ഒരു ഭ്രാന്താവരുത്. ഹേമയുടെ ഈ വാക്കുകൾ നന്ദനെ തളർത്തി. അയാളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അതെ, എനിക്ക് ഭ്രാന്താണ്. പക്ഷേ ഹേമ, നിന്നെ എനിക്ക് നഷ്ടമാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്ക്. നന്ദൻ ഹേമയുടെ കൈകൾ തന്റെ കരങ്ങളിൽ ഒതുക്കി. ഒരു നിമിഷം നന്ദനെ നോക്കിയിരുന്ന ഹേമ അയാളുടെ കൈകൾ തട്ടിത്തെറിപ്പിച്ച് നടന്നു നീങ്ങി. കാവിൽ നിന്നും നന്ദനെ തഴുകി കടന്നുപോയ ഇളംകാറ്റിനും അയാളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, ആരും തന്റെ വാക്കുകൾ കേൾക്കില്ല. സത്യം ഇന്നും ഇരുട്ടിലാണ്. സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്നത് ഈ സമൂഹത്തിന്റെ ഏറ്റവും ക്രൂരമായ തമാശയാണ്. നന്ദ! ഘനഗംഭീരമായ ശബ്ദം കാവിൽ മുഴങ്ങി. നന്ദൻ മുഖമുയർത്തിയാളെ നോക്കി. നീ പറഞ്ഞൊന്നും ഹേമ വിശ്വസിച്ചില്ല അല്ലേ നന്ദ? ഹേമ മാത്രമല്ല, ഈ ശിവപുരവും വിശ്വസിക്കില്ല. നീ ചിന്തിച്ച് ശരിയാ. 3 ദുർമരണങ്ങൾ, അല്ല 4. എല്ലാത്തിനും കാരണം ഞാൻ തന്നെ. തെളിയിക്കാൻ നിനക്കെന്നല്ല, ഈശ്വരന് പോലും കഴിയില്ല. പെണ്ണ്, അതിനൊരർത്ഥമേ ഉള്ളൂ, വഞ്ചന. അത് അമ്മയായാലും പെങ്ങളായാലും കാമുകിയായാലും ആസ്വദിക്കാൻ മാത്രമുള്ളൊരു ഉപകരണം. നന്ദന്റെ കണ്ണുകളിലേക്ക് അയാൾ ക്രൂരതയോടെ നോക്കി. ഹേമ, കുറെ നാളായി ഒരു മോഹമായി മനസ്സിൽ. ശിവപുരം കാവിലെ ഉത്സവത്തിന് അവളുടെ മേനിയുടെ ചൂട് ഞാൻ അറിയും. നിനക്ക് തടയാൻ കഴിയുമെങ്കിൽ നീ തടയ്. അയാളുടെ കണ്ണുകളിലെ ചോര ചുവപ്പ് നന്ദനെ ഭയപ്പെടുത്തി. കിടപ്പറയിലെ ഇരുട്ടിൽ നന്ദന്റെ കാതുകളിൽ അയാളുടെ ശബ്ദം മുഴങ്ങി. 3 ദുർമരണങ്ങൾ, അല്ല 4. അതാരാണ്?
കിണറിനുള്ളിൽ പൊങ്ങിക്കിടന്ന ദേവിയുടെ ശരീരം അയാളുടെ കണ്ണുകളിൽ വെള്ളിത്തിരയിലെന്ന പോലെ കടന്നു വന്നു. അതെ, അപ്പൊ ദേവി അയാളുടെ ഇരയായിരുന്നു. ജാലകത്തിലൂടെ ഒരു വെള്ളിപ്പിളർ കിടപ്പറയിൽ വെളിച്ചം വിതറി. ശിവപുരം കാവിലെ ഉത്സവം. നാടും നാട്ടുകാരും ഉത്സവത്തിമർപ്പിൽ. ശങ്കരമാരാരുടെ വീട്ടിൽ അരബിത്തിൽ നന്ദൻ. അകത്തുനിന്ന് 2 മിഴികൾ നന്ദനെ നോക്കി കൈകൾ കൂപ്പി. മായ. നന്ദൻ നോട്ടം പിൻവലിച്ചു. എന്താ ഇപ്പൊ നന്ദ ഇങ്ങനെ തോന്നാൻ? എത്ര പ്രാവശ്യം ഞാൻ വന്ന് നിന്റെ കാല് പിടിച്ചു ആ ചെണ്ടക്കോലൊന്ന് കയ്യിലെടുക്കാൻ. ആ, നീ കൊട്ടി തുടങ്ങിയത് ഇവിടെ നിന്നല്ലേ? ശിവപുരത്തമ്മയുടെ ആഗ്രഹം അതാവും, വീണ്ടും ഇവിടുന്ന് തന്നെ തുടങ്ങാൻ. ശങ്കരമാരാർ ചെണ്ടക്കോൽ നന്ദന് നേരെ നീട്ടി. ഇരുകൈകൾ കൊണ്ട് ചെണ്ടക്കോൽ ഏറ്റുവാങ്ങി. ഇരുകണ്ണുകളിലും തൊട്ട ശേഷം ശങ്കരമാരാരുടെ കാൽപാദങ്ങൾ തൊട്ട് വണങ്ങി. 7 തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ നിന്നും ചെണ്ടക്കോലുകളുടെ താളമുണർന്നു. പഞ്ചാരി മേളത്തിന് ആരംഭം കുറിച്ചു. തായമ്പകയുടെ മേളപ്പെരുക്കത്തിൽ ശിവപുരം അലിഞ്ഞു ചേരുമ്പോൾ നന്ദന്റെ കണ്ണുകൾ ചോര ചുവപ്പ് നിറഞ്ഞ അയാളുടെ കണ്ണുകളിലായിരുന്നു. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറൽ വഴി പഞ്ചാരി മേളത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നന്ദന്റെ കണ്ണുകളിൽ കിണറ്റിൽ പൊങ്ങിക്കിടന്ന ദേവിയുടെ ശരീരം തെളിഞ്ഞു. അടുത്ത നിമിഷം ആ ശരീരം ഹേമയുടേതായി. ആ ചിത്രങ്ങൾ പലയാവർത്തി അയാളുടെ കണ്ണുകളിലൂടെ കടന്നുപോയി. ഉന്മാദത്തിൽ നിന്ന പോലെ നന്ദൻ തായമ്പക വലിച്ചെറിഞ്ഞ് ചെണ്ടക്കോലുമായി ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു. ഒരാർത്തനാഥം, മുഖനിറയെ രക്തവുമായി നന്ദൻ. നിലത്ത് ചെണ്ടക്കോൽ കഴുത്തിൽ കുത്തിയിറങ്ങിയ നിലയിൽ ഒരാൾ. ജനക്കൂട്ടത്തിൽ നിന്നും ആരവം ഉയർന്നു. സൂര്യനാരായണൻ, ശിവപുരത്തുകാരുടെ ആരാധ്യ പുരുഷൻ. ശിവപുരം, ശിവപുരം! ബസ് കണ്ടക്ടറുടെ ശബ്ദം നന്ദനെ ഓർമ്മയിൽ നിന്നുണർത്തി. 7 വർഷങ്ങൾക്ക് ശേഷം നന്ദന്റെ കാൽപാദം ശിവപുരത്തെ മണ്ണിൽ ചവിട്ടി. ഈറൻ കാറ്റിനൊപ്പം പറന്നു വന്ന ആലില നന്ദന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. നന്ദ മോനെ, നീയായിരുന്നു മോനെ ശരി. കണ്ണാടി പുഴയിലൂടെ ഒഴുകിയ ശവശരീരത്തിൻ്റെ ഒരച്ഛൻ. സൂര്യനാരായണനെ കൊന്നു തള്ളിയപ്പോ തന്നെ കല്ലെറിയാൻ മുമ്പിൽ നിന്നയാൾ. നീ ഇന്ന് വരുമെന്നറിയായിരുന്നു നന്ദ. നിന്നെയും കാത്തി ശിവപുരവും മേളങ്ങളും കാത്തിരിക്കുന്നുണ്ട് നന്ദ. ശങ്കരമാരാർ നിറകണ്ണുകളോടെ പറഞ്ഞു. അയാൾക്ക് പിന്നിൽ നിന്ന് കൂപ്പുകൈകളോടെ മായ. പടിപ്പുരവാതിൽ തുറന്ന് നന്ദൻ തറവാട്ട് മുറ്റത്തേക്ക് നടന്നു. നന്ദ മോനെ! ഒരു നിലവിളിയോടെ അവർ മുറ്റത്തേക്ക് ഓടിയിറങ്ങി. നന്ദൻ കൂപ്പുകൈകളോട്, ഇതൊരു പുനർജന്മമാണെങ്കിൽ ഇനിയുള്ള കാലം തരാതെ പോയ സ്നേഹമെല്ലാം നൽകി എനിക്ക് ജീവിക്കണം. അമ്മേ! നന്ദൻ അമ്മയുടെ മാറിലേക്ക് മുഖമമർത്തി നെറുകയിലേക്ക് ചുംബനം നൽകി. നന്ദന്റെ കരം ഗ്രഹിച്ച് പൂമുഖത്തേക്ക് കയറുമ്പോൾ എഴുതിരിയിട്ട നിലവിളക്കുമായി ഹേമ ഇറങ്ങി വന്നു. നീ പോയത് മുതൽ ഇവിടെ ഇവിടെയാ, എൻ്റെ മരുമകളായി. നന്ദന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അങ്ങകലെ ഏതോ ക്ഷേത്ര നടയിൽ പഞ്ചാരി മേളത്തിന്റെ മേളപ്പൊരുക്കം നന്ദന്റെ കാതുകളിൽ മുഴങ്ങി.